ഹായ് ഗൈസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇന്ന് എന്ത് ഒറ്റയ്ക്ക് വന്നിരിക്കണമെന്നല്ലേ? എന്റെ കൂടെ ഉള്ള കിഴങ്ങനല്ലേ അതിനിടയിൽ കൂടെ ഓടി ഞാൻ ഒന്നുകൂടെ പോയിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങൾ എടാ ചുമ്മാ ഞാൻ ഒന്നുകൂടെ പോയിട്ട് വരാം. ഹലോ ഗായ്സ്. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവ എന്തെന്ന് ഒറ്റയ്ക്ക് വന്നിരിക്കണേന്ന്. ഇവ ഒറ്റയ്ക്കല്ല, ഞാൻ ഇപ്പുറത്ത് നിപ്പുണ്ട്. ഇൻട്രോ റെഡി 1 2 3 സ്റ്റാർട്ട്. ഹലോ നൺബൺസ്. അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ എങ്ങനെയാണ് മീറ്റ് ചെയ്തത്, ഇതൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു ഇപ്പൊ മുടി വരെ നരച്ചു, അത്രയ്ക്ക് പ്രായമായി. അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് മുന്നേ അറിയായിരുന്നു, പക്ഷെ ഞങ്ങൾ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കോമൺ ഫ്രണ്ട്. അപ്പം ആ ഒരു ഫ്രണ്ട് വഴിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. 2018 2018 അതായത് നമ്മൾ ടിക്ടോക്ക് ചെയ്യുന്ന ഒരു ടൈം, അപ്പോഴാണ് നമ്മൾ പരിചയപ്പെടുന്നത്, കാണുന്നത് ഫസ്റ്റ് ടൈം കാണുന്നത് ഈ തണ്ടി എന്റെ വീട്ടിൽ വരികയാണ് ചെയ്തത്. നമ്മൾ ഇവിടെ വേളിയിൽ തോർത്ത് കൊടുത്തോണ്ട് ഞാൻ ഫസ്റ്റ് കണ്ട ശ്രീജി ശോഭന തോർത്തൊക്കെ കൊടുത്ത് ആര് വന്നത് ഞാൻ എവിടെ ഞാൻ ചോദിക്കാൻ ശ്രീജി ശോഭന ഞാൻ തന്നെ നീ ശ്രീജി ശോഭന. അപ്പൊ ഞങ്ങള് വേളിയിൽ പോകാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയാണ് ഞാനിവിടെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ടൊരു 7 വർഷമായി. ഓ മൈ ഗോഡ്, 7 വർഷം ഗായ്സ്. 7 വർഷം ഇവന്റെ കൂടെ എന്നോ ഞാൻ കമ്പനി തുടങ്ങിയോ നശിച്ച് എന്റെ ജീവിതം നായ നക്കിയ പോലെ നശിച്ചു. പക്ഷെ ഗൈസ് അങ്ങനെയല്ല, എന്റെ എപ്പോഴുള്ള ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവൻ. പിന്നെ ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റിയാണ്. ഒരു 5 പൈസക്ക് കൊള്ളൂല, പക്ഷെ കൂടെ കൊണ്ടു നടക്കും. രണ്ടുപേർക്കും പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അതാണ് ഇതിലെനിക്ക് പറയാൻ പറ്റില്ല സൗരഭ്യത്തിന്റെ കാര്യമൊക്കെ, പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ആ വക കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നമ്മള് ട്രിവാൻഡ്രത്താണ് ബേസിക്കലി. ഞാന് പാപ്പനംകോട്, ഇവൻ ബാലരാമപുരം. കൈത്തറി. അപ്പൊ നമ്മള് ഏകദേശം ഒരു 6 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ രണ്ടുപേരുടെയും വീട് തമ്മിൽ. പിന്നെ ഇവന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്നാലും ഒന്ന് മൊഴിയൂ. വാ. എന്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയൻ, ഭാര്യ, മോൻ. ഓക്കെ, അറിയായിരിക്കും. എനിക്ക് വേറൊരു യൂട്യൂബ് ചാനലുണ്ട്, P2 കപ്പിൾസ് എന്നാണ്. ഇതിന്റെ ഇടയിൽ കൂടെ അതിന്റെ പ്രൊമോഷൻ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇതിൽ കൂടെ ചെയ്യണവര്. പിന്നെ എന്റെ വീട്ടില് ചേട്ടൻ, ചേട്ടത്തി, കുഞ്ഞാവ, അച്ഛൻ, ഞങ്ങൾ ഇത്രയും പേരാണ് എന്റെ വീട്ടിലുള്ളത്. അങ്ങനെ സുഖമായിട്ട് പോകുന്നു. അതിന്റെ ഇടയ്ക്കാണ് നിങ്ങൾ പറഞ്ഞതുപോലെ യൂട്യൂബ് ചാനൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് മഴ തുണി എടുക്കാൻ പോയതാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു, ഞങ്ങളുടെ ഫാമിലി, നമ്മുടെ സ്ഥലം, ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയാണ് ഹൈലൈറ്റ് വരുന്നത്. എല്ലാ പയ്യന്മാരോടും എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം, ജോലി. അങ്ങനെയല്ല, എന്താ മോനെ ജോലി? അതാണ്. അപ്പൊ എവിടെ ജോലി, എന്തിന് ജോലി? അപ്പോൾ അത് പറയുവാണെങ്കിൽ കറന്റ് ഞാനിപ്പം വർക്കിംഗ് അല്ല. ഞാനിപ്പോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറച്ച് ചെറിയ പ്രൊമോഷൻ ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു കുറച്ച് വരുമാനത്തോട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു, ഒരു 2-3 കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കറന്റ് വർക്കിംഗ് അല്ല. പിന്നെ ഈവൻ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഏകദേശം ഒരു 3 വർഷമായിട്ട് ആ സെയിം കമ്പനി തന്നെയാണ്. പിന്നെ വർക്ക് ചെയ്ത് തുടങ്ങിയ സമയം തൊട്ട് ഒരുപാട് കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം കറന്റ് ഒരു 3 years ആയിട്ട് ഒരു പ്രൈവറ്റ് അവിടെ നിന്നെ പറഞ്ഞു വിടും. ഇവന്റെ വർക്ക് കണ്ടിട്ട് അപ്പൊ അങ്ങനെ വർക്ക് ചെയ്ത് വരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ കൂടി ആൽബംസ്, ഷോർട്ട് ഫിലിംസ്, അങ്ങനെ ആ ഒരു മേഖലയിലൂടെ അങ്ങനെ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് അങ്ങനെ പോകുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആക്ടിങ് ആണ്. പിന്നെ അതിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് അതിൽ നിൽക്കാനായിട്ട് പറ്റില്ല. കാരണം ഫുൾ ഫ്ലെജ്ഡ് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ തന്നെ കുഴപ്പം എന്റെ കുട്ടിക്ക് നല്ല പോലെ ഉണ്ട്. എങ്കിൽ നീ ബാക്കി ഇംഗ്ലീഷ് സംസാരിക്കാം. അപ്പൊ അങ്ങനെ പിന്നെ എന്റെ ഇതെന്ന് പറയുന്നത് സിനിമയിലോട്ട് പോകണം. സിനിമയിലോട്ട് കയറണം. ഇപ്പം കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, കുറച്ച് ആൽബംസ്, പിന്നെ ഷോർട്ട് ഫിലിംസ്. പിന്നെ തമിഴിലാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. തമിഴിലൊരു തമിഴ് ഇൻഡസ്ട്രി തകർന്നു.
തമിഴ് ടെലിമൂവിയാണ്. അതും ഞാൻ 2 നായകനിൽ ഒരു നായകനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്, നിങ്ങൾ മറക്കരുത്. അതെനിക്ക് ടിക്ടോക്ക് വഴി. അഭിനയിക്കുവാണെങ്കിൽ ഒറ്റ നായകനായിട്ട് അഭിനയിക്കും, അല്ലെ 2 നായകനായിട്ട് ഇത് 2 കോയെ, നീയും കോയെ ഞാനും കോയെ, 2 കോയെ. അപ്പൊ അങ്ങനെ ആദ്യം മലയാളത്തിലാണ് ഞാൻ മലയാളത്തിലല്ല തമിഴിലാണ് ആദ്യം ചെയ്യണത്. അത് അവിടെ പഠിപ്പിച്ചതിന് ശേഷം ഇപ്പൊ മലയാളത്തിലേക്ക് എന്നെ പറഞ്ഞ് മുഴുവിക്കാൻ സമ്മതിക്കൂല പറയാ. അപ്പൊ തമിഴിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അതും ടിക്ടോക്ക് വഴി വന്നൊരു ഓഫർ ആയിരുന്നു. തമിഴിൽ ചെയ്തു. അതിപ്പം മാധവോ എന്നാണ് സിനിമയുടെ പേര്. അതിൽ എൻ്റെ ക്യാരക്ടറിന്റെ പേര് ജീവ. അപ്പൊ അത് ഞാൻ ചെയ്തത് എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് യൂട്യൂബിൽ 5 മില്യൺ വ്യൂ സംതിങ് കഴിഞ്ഞു. അവിടുത്തെ ലോക്കൽ ചാനലിലൊക്കെ റിലീസ് ചെയ്തൊരു ഫിലിമാണ്. ലോക്കലല്ലേ അഭിനയിച്ചപ്പോ, ലോക്കൽ ചാനൽ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 24 കലികാലം എന്ന് പറഞ്ഞത് നമ്മുടെ ഗ്രീഷ്മ ഷാരോന്റെ ആ ഒരു സ്റ്റോറി. അതിൽ ഷാരോന്റെ ക്യാരക്ടർ ചെയ്ത് ഞാനാണ്. അതും അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയാ പോയി, നല്ലതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ആൽബം ചെയ്ത് വെച്ചേക്കാണ്. അത് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഈ മാസം 28-ാം തീയതി റിലീസാവും. കൊഞ്ചും കിനാവെന്നാണ് ആൽബത്തിന്റെ പേര്. അതാണ് ഇതുവരെയുള്ള എന്റെ ജോബ് ആൻഡ് എന്റെ ഈ എന്താ പറയാ പാഷൻ ആയിട്ടുള്ള കാര്യത്തിന്റെ അപ്ഡേറ്റ്സ്. വേറൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അളിയെ സെറ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ചെറുതായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് പോണത്. പിന്നെ വലിച്ചു നീട്ടണ്ട. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മള് സ്ഥലം അവിടുന്ന് എഴുന്നേറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വെയിലാണ്, മുഖത്ത് വെയിലടിക്കുന്നതുകൊണ്ടാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ല, എന്താ ചേട്ടൻ കല്യാണം കഴിക്കാത്തേ? അത് ചോദിച്ചില്ല. നിങ്ങൾ ആർക്കെങ്കിലും വിചാരിച്ചോ ഞാൻ കല്യാണം എനിക്ക് വൈഫുണ്ട് കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഈ ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തത് ചോദിര്. കുറെ പേർക്ക് അറിയാം ഞാൻ മാരീഡ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാണോ നിനക്ക്? കുറെ പേർക്ക് അറിയാം ഞാൻ മാരീഡ് അല്ല. കല്യാണം കഴിക്കാത്ത മാരീഡ് ആണ്. അല്ല ഗൈസ്, കല്യാണം കഴിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിനെ കുറിച്ചൊന്നും വലുതായിട്ട് ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. പെണ്ണ് കിട്ടാത്തോണ്ടാണ്. ഇവ എല്ലാ മാട്രിമോണിയിലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ശനിയാഴ്ചയും പോകും. പെണ്ണുണ്ടോ? അങ്ങനെ പെണ്ണ് തരേണ്ട ആവശ്യം ശ്രീ ശോഭനയ്ക്ക് ഇല്ല എന്ന് എന്റെ ഫാൻസിന് അറിയാം. ഇങ്ങനെ പറഞ്ഞാണ് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. അല്ല ഗൈസ്, അങ്ങനെ ഇപ്പൊ കല്യാണം കഴിക്കാനായിട്ട് ഒരു വലിയൊരു സംഭവമല്ല. പിന്നെ എന്റെ കരിയർ എനിക്ക് സെറ്റ് ചെയ്യണം, ഫിനാൻഷ്യലി കുറച്ചും കൂടി സ്റ്റേബിൾ ആവണം. അതൊക്കെ കഴിഞ്ഞിട്ട് പതിയെ എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കും. കുട്ടി ഇത് കാണുന്നുണ്ടെന്നായിരിക്കും നിന്റെ വിചാരം. ഇപ്പൊ ഞാൻ ചിലപ്പോ പറയാൻ പറ്റില്ല. ഞാൻ കല്യാണം കഴിക്കാൻ എനിക്ക് വിധിച്ച കുട്ടി ചിലപ്പോ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുട്ടി ഞാൻ നിനക്കുള്ളതാണ്. ആ ഗതികെട്ട പെണ്ണ് അത് നീയാണ്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേറെ നമ്മുടെ വിശേഷങ്ങൾ, വേറെ വിശേഷമൊന്നും അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മളെ കുറിച്ച് കുറെ പേർക്ക് അറിയാം, കുറെ പേർക്ക് അറിയില്ല. അപ്പൊ ഇതിലൂടെ കുറെ പേർക്ക് അറിയാൻ പറ്റുന്ന ഒരു ഇതാണ്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വേറെ കുറെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട്, സബ്സ്ക്രൈബ്. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിന്റെ പേര് അറിയാലോ, ഹലോ നൻപൻ. നമ്മുടെ ചാനൽ സെറ്റ് അല്ലേ? അത് കഴിഞ്ഞ മുമ്പിലത്തെ വീഡിയോയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ചാനൽ ഹലോ നമ്പൻസ്. അപ്പൊ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അപ്പൊ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തും, നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നിങ്ങൾക്ക് അത് കാണാം. അപ്പോ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ